ദൈവനാമം വാഴ്ത്തപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയാൽ ആവർത്തന പുസ്തകം എന്ന വിഷയത്തിൻ്റെ 9ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് നൽകുന്ന പ്രോത്സാഹനം, സഹകരണം, പ്രാർത്ഥനയുടെ പിൻബലത്തിനായി നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഈ സെക്ഷനിൽ 16ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നമ്മുടെ ചെന്ന് തുടരുകയാണ്. 16ാം അധ്യായത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം എന്നുള്ളത് യഹോവയുടെ ഉത്സവങ്ങളെക്കുറിച്ചുള്ളതായ ചില വിവരണങ്ങളാണ്. 16ാം അധ്യായത്തിൽ നമുക്ക് 1-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. ആബീബ് മാസം ആചരിച്ച് ദൈവമായ യഹോവയ്ക്ക് പെസഹ കൊണ്ടാടണം. ആബീബ് മാസത്തിലല്ലോ ദൈവമായ യഹോവ രാത്രിയിൽ നിന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ദൈവമായ യഹോവയ്ക്ക് പെസഹയാഗമായി ആടുകളെയും മാടുകളെയും അർക്കണം. ഈ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട ദിവസത്തെ നിന്റെ ആഴ്ചക്കാലമൊക്കെയും ഓർക്കേണ്ടതിന് അതിനോടുകൂടെ പുളിച്ച അപ്പം തിന്നരുത്. ഈ കർഷകരുടെ ആഹാരമായ പുളിപ്പില്ലാത്ത അപ്പം 7 ദിവസം തിന്നണം. തത്രപ്പാടോടുകൂടിയല്ലോ ഈ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടത്. 7 ദിവസം നിന്റെ ദേശത്തെങ്ങും പുളിച്ച അപ്പം കാണരുത്. ആദ്യ ദിവസം വൈകുന്നേരം അറുത്ത മാംസത്തിൽ ഒട്ടും രാവിലേക്ക് ശേഷിക്കരുത്. ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ഏതെങ്കിലും ഒരു പട്ടണത്തിൽ വെച്ച് പെസഹയെ അറുത്തുകൂടാ. എൻ്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രം സന്ധ്യാസമയത്ത് നീ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നേരത്തെ തന്നെ സൂര്യൻ അസ്തമിക്കുമ്പോൾ പെസഹയെ അറുക്കണം. ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ ചുട്ട് തിന്നണം. രാവിലെ തന്നെ കുടാരത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളാം. 6 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 7-ാം ദിവസം നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് സഭായോഗം കൂടണം. അന്ന് വേലയൊന്നും ചെയ്യരുത്. 7 ആഴ്ചവട്ടം എണ്ണണം. വിളയിൽ അരിവാൾ ഇടുവാൻ ആരംഭിക്കുന്നത് മുതൽ 7 ആഴ്ചവട്ടം എണ്ണണം. എന്നിട്ട് നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് വാരോത്സവം ആചരിച്ച് ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിന് തക്കവണ്ണം നിൻ്റെ സമാധാനങ്ങൾ അവൻ അർപ്പിക്കണം. ദൈവമായ യഹോവ നിൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ വെച്ച് നീ നിൻ്റെ പുത്രനും പുത്രിയും ദാസനും ദാസിയും നിൻ്റെ പട്ടണങ്ങളിലുള്ള ലേവനും നിൻ്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കണം. ഈ മിസ്രയീമിൽ അടിമയായിരുന്നു എന്ന് ഓർത്ത് ഈ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഓരോ ഉത്സവങ്ങളും പെസഹയെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് വാരോത്സവം പറയുകയാണ്. അടുത്തത്, കളത്തിലെ ധാന്യവും ചക്കിലെ വീഞ്ഞും ശേഖരിച്ച് കഴിയുമ്പോൾ നീ 7 ദിവസം കൂടാര പെരുന്നാൾ ആചരിക്കണം. ഈ പെരുന്നാളിൽ നീയും നിൻ്റെ മകനും മകളും ദാസനും ദാസിയും നിൻ്റെ പട്ടണങ്ങളിലുള്ള ലേവനും പരദേശിയും അനാഥനും വിധവിയും സന്തോഷിക്കണം. യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് 7 ദിവസം പെരുന്നാൾ ആചരിക്കണം. നിന്റെ അനുഭവത്തിലൊക്കെയും നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നീ വീണ്ടും വണ്ണം സന്തോഷിക്കണം. ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്നെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവൻ്റെ സന്നിധിയിൽ വരയണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വരുങ്കയ്യായി വരരുത്. ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തൻ താൻ്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം. ഇതൊക്കെ നമുക്കത് കേൾക്കുന്ന നല്ല കാര്യമാണ്. അന്ത്യസ്ഥിതി കടന്നു പോകുമ്പോഴൊക്കെ, ദൈവാലയത്തിൽ കടന്നു പോകുമ്പോഴൊക്കെ വെറുങ്കൈയോടെ അല്ല പോകേണ്ടത്. കർത്താവ് തന്ന നന്മയ്ക്ക് അനുസരിച്ചുള്ളതായ ഒരു ദശാംശവും ഓക്കിയൊക്കെ അവിടെ കൊണ്ട് കൊടുക്കണം. പ്രിയമുള്ളത്, നമ്മൾ തമ്പുരാനെ വെട്ടിക്കാൻ പോകരുത്. ഒരു ആഴ്ച മണിയെടുത്തു, അങ്ങനെ 1000 ആരെയും തന്നു. 800 രൂപയോ 500 രൂപയ്ക്ക് കൂലിണ്ടെന്ന് വിചാരിച്ചോ? അതിന് കൃത്യമായ രോഗി ദൈവത്തിനുള്ളതാണ്. അത് വെട്ടിക്കരുത്. വെട്ടിച്ചാൽ അതെല്ലാം നിനക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നുള്ളതാണ് വാസ്തവം. ദൈവമായ യഹോവ നിനക്ക് തരുന്ന എല്ലാ പട്ടണങ്ങളിലും ഗോത്രം തോറും ന്യായാധിപതിമാരെയും പ്രമാണികളെയും നിയമിക്കണം. അവർ ജനത്തിന് നീതിയോടെ ന്യായപാലനം ചെയ്യണം. ന്യായം മറച്ചു കളയരുത്. മുഖം നോക്കരുത്. സമ്മാനം വാങ്ങരുത്. സമ്മാനം ജ്ഞാനികളെ കണ്ണുകുരുടാക്കുകയും നീതിമാന്മാരുടെ കാര്യം മറച്ചു കളയുകയും ചെയ്യുന്നു. നീ ജീവിച്ചിരുന്ന ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശം കൈവശമാക്കുന്നതിന് നീതിയെ തന്നെ പിന്തുടരണം. ദൈവമായ യഹോവയ്ക്ക് നീ പണിയുന്ന യാഗപീഠത്തിനരികെ യാതൊരു അശേര പ്രതിഷ്ഠയും പ്രതിഷ്ഠിക്കരുത്. ദൈവമായ യഹോവ വെറുക്കുന്ന ഒരു ശിലാസ്തംഭം നാട്ടുകയും വരുത്. ആരാധനയ്ക്കാണെങ്കിൽ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോഴും വ്യവസ്ഥയിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളുടെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ 17ാം തീയതി വരുമ്പോൾ 17ാം തീയതിയുടെ പ്രതിപാദ്യ വിഷയം ന്യായാധിപന്മാരും രാജാക്കന്മാരും എപ്രകാരമായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വിവരണമാണ്. നോക്കാം നമുക്ക്. വല്ല ഊനമോ വിരൂപതയോ ഉള്ള കാളയുമെങ്കിലും ആടിനെങ്കിലും നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കരുത്. അത് നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു.
ദൈവമായ യഹോവ നിനക്ക് തരുന്ന ഏതൊരു പട്ടണത്തിലെങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമാണത് ചെയ്ത് അവിടെ നിയമം ലംഘിക്കുകയും ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യദൈവങ്ങളെയോ സൂര്യചന്ദ്രന്മാരെയോ ആകാശ ശേഷം സൈന്യത്തെയോ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയോ ഏത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് നിനക്ക് അറിവ് പോലും കിട്ടുകയും ചെയ്താൽ നീ നല്ലവണ്ണം ശോധന കഴിച്ച് അങ്ങനെയുള്ള മ്ലേച്ഛത ഇസ്രായേലിൽ നിന്ന് നടന്നു എന്നുള്ളത് വാസ്തവവും കാര്യം യഥാർത്ഥവും എന്ന് കണ്ടാൽ ആ ദുഷ്ടകാര്യം ചെയ്ത പുരുഷനെയോ സ്ത്രീയെയോ പട്ടണവാതിലിനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം. മരണയോഗ്യനായവനെ കൊല്ലുന്നത് 2-3 സാക്ഷികളുടെ വാമൊഴിയാലായിരിക്കണം. ഏകസാക്ഷിയുടെ വാമൊഴിയാൽ അവനെ കൊല്ലരുത്. അവനെ കൊല്ലേണ്ടതിന് ആദ്യം സാക്ഷികളുടെയും പിന്നെ സർവ്വജനത്തിൻ്റെയും കൈ അവൻ്റെ മേൽ ചെല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കി കളയണം. എൻ്റെ പട്ടണങ്ങളിൽ കൊലപാതകമാകട്ടെ, വസ്തുസംബന്ധമായ വ്യവഹാരമാകട്ടെ, അടികളച്ചിലാകട്ടെ, ഇങ്ങനെയുള്ള ഔലാദി കാര്യങ്ങളിൽ വല്ലതും വിധിപ്പാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടായാൽ നീ പുറപ്പെട്ട് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്ത സ്ഥലത്ത് പോകണം. ലേവ്യരായ പുരോഹിതന്മാരുടെ അടുക്കലും ചെന്ന് ന്യായാധിപൻ്റെ അടുക്കലും ചെന്ന് ചോദിക്കണം. അവർ നിനക്ക് വേണ്ടി വിധി പറഞ്ഞു തരും. യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ പറഞ്ഞു തരുന്ന വിധി പോലെ നീ ചെയ്യണം. അവർ ഉപദേശിച്ചിരുന്നത് പോലെ ഒക്കെയും ചെയ്യുവാൻ ജാഗ്രതയായിരിക്കണം. അവർ ഉപദേശിച്ചിരുന്ന പ്രമാണത്തിനും പറഞ്ഞിരുന്ന വിധിക്കും അനുസരണമായി നീ ചെയ്യണം. അവർ പറഞ്ഞിരുന്ന വിധി വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവമായ യഹോവയ്ക്ക് അവിടെ ശുശ്രൂഷ ചെയ്ത് നിൽക്കുന്ന പുരോഹിതൻ്റെയും ന്യായാധിപൻ്റെയും വാക്ക് കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവൻ മരിക്കണം. ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കി കളയണം. ഇനി അഹങ്കാരം കാണിക്കാതിരിക്കണമെന്ന് ജനമെല്ലാം കേട്ട് ഭയപ്പെടണം. എൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ കുടിപാർത്ത ശേഷം എൻ്റെ ചുറ്റുമുള്ള ജാതികളെ പോലെയും ഞാനൊരു രാജാവിനെ എൻ്റെ മേലാക്കുമെന്ന് പറയുമ്പോൾ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിൻ്റെ മേൽ ആക്കണം. നിൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ നിൻ്റെ മേൽ രാജാവാക്കണം. നിൻ്റെ സഹോദരനല്ലാത്ത അന്യജാതിക്കാരനെ നിൻ്റെ മേൽ ആക്കിക്കൂടാ. എന്നാൽ അവന് കുതിര അനവധി ഉണ്ടാകരുത്. അധികം കുതിര സമ്പാദിക്കുന്നതിന് ജനം ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോവാൻ അവൻ ഇടവരുത്തരുത്. ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന് യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അവൻ്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത്. വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയും അരുത്. അവൻ തൻ്റെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ഈ ന്യായപ്രമാണം വാങ്ങി അതിൻ്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതി എടുക്കണം. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ച് നടന്ന് ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കണതിന് അതവൻ്റെ കൈവശം ഇരിക്കുകയും ഹൃദയം സഹോദരന്മാർക്കും ഇത് അഹങ്കരിച്ച് ഉയരാതെയും കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിനും അവനും അവൻ്റെ പുത്രന്മാരും ഇസ്രായേലിൻ്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യുന്നതിനുമായി അവൻ്റെ ആഴ്കാലമൊക്കെയും അത് വായിക്കുകയും വേണം. രാജാവാണെങ്കിലും പ്രമാണത്തിന് അനുസൃതമായി മുന്നോട്ട് പോകണം. വചനം വായിക്കുന്നവനായിരിക്കണം, വചനം അനുസരിക്കുന്നവനായിരിക്കണം. ന്യായാധിപനും അപ്രകാരമായിരിക്കണം. ഒരുവന് പോലെ ഒരു ആക്ഷൻ എടുക്കുമ്പോഴും അത് വ്യവസ്ഥപ്രകാരമായിരിക്കണം. കണ്ടോ, എല്ലാ തുറകളിലും പെട്ട ആളുകൾക്ക് ആവശ്യമായ പ്രമാണങ്ങൾ ദൈവം കൊടുക്കുകയാണ്. എന്നിട്ട് അവയെ ലംഘിക്കരുതെന്നുള്ളതായ കൽപ്പനയും പുറപ്പെടുവിക്കുക. നമ്മൾ വീണ്ടും 18-ാം അധ്യായത്തിൽ പ്രവേശിക്കുക. അവിടെയും പുരോഹിതന്മാർ, ലേവ്യർ, പ്രവാചകന്മാർ എന്നുള്ളവരെ കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ലേവ്യരായ പുരോഹിതന്മാർക്കും ലേവ്യഗോത്രത്തിനും ഇസ്രായേലിന് കൂടെ ഓഹരിയും അവകാശം ഉണ്ടാകരുത്. യഹോവയുടെ ദഹനയാഗങ്ങളും അവൻ്റെ അവകാശം കൊണ്ട് അവർ ഉപജീവനം കഴിക്കണം. ആകയാൽ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്ക് അവകാശം ഉണ്ടാകരുത്. യഹോവ അവരോട് അരുളി ചെയ്തതുപോലെ അവൻ തന്നെ അവരുടെ അവകാശം. ജനത്തിൽ നിന്ന് പുരോഹിതന്മാർക്ക് ചെല്ലേണ്ട അവകാശം എന്തെന്നാൽ മാട്ടിനെയോ ആടിനെയോ യാഗം കഴിക്കുന്നവൻ കൈക്കുറകവും കവൾ രണ്ടും ആമാശയും കൊടുക്കണം. ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ആദിഫലവും എൻ്റെ ആടുകളെ കത്തിരിക്കുന്ന ആദിരോമവും ഞങ്ങൾ കൊടുക്കണം. യഹോവയുടെ നാമത്തിൽ ശുശ്രൂഷിപ്പാൻ എപ്പോഴും നിൽക്കേണ്ടതിന് ദൈവമായ യഹോവയുടെ സകല ഗോത്രങ്ങളിൽ നിന്നും അവനെയും പുത്രന്മാരെയുമല്ലോ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ഇസ്രായേലി പട്ടണത്തിലെങ്കിലും പ്രദേശീയ പാർത്തുന്ന ലേവ്യൻ അവിടെ നിന്ന് യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ അവന് മനസ്സ് പോലെ വരാം. അവിടെ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന ലേവ്യരായ തന്നെ സകല സഹോദരന്മാരെയും പോലെ അവനും അവൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാം. അവൻ്റെ പിതൃസ്വത്ത് വിറ്റ് കിട്ടിയ മുതലിന് പുറമെ അവർ ഉപജീവനവും സമാംശമായിരിക്കണം. ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അജ്ഞാനക്കാരൻ എന്നിവരുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവർ നിന്റെ മുമ്പിൽ നീക്കിക്കളയുന്നു. ദൈവമായ യഹോവയുടെ മുമ്പാകെ നീ നിഷ്കളങ്കനായിരിക്കണം. അവരോട് ഒഴിവാക്കാൻ പറഞ്ഞൊക്കെ പലപ്പോഴും ദൈവജനം എന്ന് പറഞ്ഞ ആൾക്കാരും ക്രിസ്ത്യാനി ആളുകളൊക്കെ ചിലപ്പോൾ എടുത്ത് കൈവയ്ക്കാറുണ്ട്. അത് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്.
നീ നീക്കിക്കളയാണ്ടിരിക്കുന്ന ജാതികൾ മുഹൂർത്തക്കാരുടെയും പ്രശ്നക്കാരുടെയും വാക്ക് കേട്ട് നടന്ന് നീയോ അങ്ങനെ ചെയ്യുവാൻ നിന്റെ ദൈവമായ യഹോവ അനുവദിച്ചിട്ടില്ല. ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. കേട്ടോ, ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്ന് സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഏൽപ്പിച്ചു തരും. ഇത് ചില വാദപ്രതിവാദങ്ങൾക്കും കൂടെ വെച്ചൊരു വാക്യം കൂടിയാണ്. ഈ വാക്യം പറഞ്ഞ കാര്യം മറ്റു ചിലരൊക്കെ അന്ന് പറഞ്ഞ് അങ്ങനെ സമർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ആൾ കർത്താവായ യേശു ക്രിസ്തു ആണെന്നുള്ള കാര്യം പത്രോസ് അവിടെ ഇങ്ങനെ ഊന്നി പറയുന്നുണ്ട്. ഓക്കെ, അവന് പറഞ്ഞ് നിങ്ങൾ കേൾക്കണം, ഞാൻ മരിക്കാതിരിക്കണമെന്ന് ഇനി എൻ്റെ ദൈവമായ യഹോവയുടെ ശബ്ദം കേൾപ്പാനും ഈ മഹത്തായ തീയും കാണുവാനും എനിക്കിടവരുതേ എന്നിങ്ങനെ ഹോരേബിൽ വെച്ച് മഹായോഗം കൂടിയ നാളിൽ നീ ദൈവമായ യഹോവയോട് നീ അപേക്ഷിച്ചതുപോലെ തന്നെ നീ യഹോവ എന്നോട് അരുളിച്ചെന്നാൽ അവർ പറഞ്ഞത് ശരി, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സൗരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവുമേലാക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തിനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. നല്ലൊരു പ്രവാചകൻ എന്നാൽ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയും അന്യതയോടെ നാമത്തിൽ സംസാരിക്കുകയും ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. പ്രവാചകന്മാരത്തിലെന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങളെ പറയാവുള്ളൂ എന്നുള്ളതാണ്. ദൈവം പറയാത്ത കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ട് ഒരിക്കലും പറഞ്ഞാലത് ശിക്ഷയ്ക്കാരണമായി തീരുന്ന വചനം പറഞ്ഞത്. ശിക്ഷ ചെയ്യുന്നവരൊക്കെ വളരെ സൂക്ഷിക്കേണ്ട കാര്യം കൂടിയാണത്. അത് യഹോവ അരുളി ചെയ്യാത്ത വചനം എന്ന് ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല. പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ച് അത്രയും അവനെ പേടിക്കരുത്. അപ്പോൾ ചിലരിൽ ദൂതമില്ലാമെന്ന് പറഞ്ഞിട്ട് അതൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ഓർത്തോണം ഇവൻ നാമത്തിൽ പറഞ്ഞതല്ല, അതുകൊണ്ട് അവന് പേടിക്കേണ്ട ആവശ്യമില്ല. അവൻ എവിടെ നിന്ന് പറഞ്ഞതാണ്? സ്വയംകൃതമായിട്ട് പറഞ്ഞതാണ്. ഈ കാലഘട്ടങ്ങളിൽ സ്വയംകൃതമായി പറയുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് നമ്മൾ ഈ പ്രവാചകന്മാരുണ്ട് ദൂതീകരണം ഓടുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രവാചകന്മാരെന്ന് പറയുന്നവരും സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഞാൻ ഇന്നും വിശ്വസിക്കുന്ന പ്രവചന ശുശ്രൂഷയുണ്ട്, പ്രവാചകനുണ്ട്. പക്ഷേ അവർക്ക് സമൂഹത്തിൽ കിട്ടുന്ന ആദരവ് കണ്ടുകൊണ്ട് പ്രവാചകന്മാരല്ലാത്തവരും ദൈവം ഇടപെടാത്തവരൊക്കെ ദൈവം ഇടപെട്ട് നടന്ന കാലഘട്ടം കൂടിയായത് നമ്മൾ തിരിച്ചറിയണം. കള്ളനാണയങ്ങൾ തിരിച്ചറിയണം. നമ്മൾ 19-ാം അധ്യായത്തിൽ പ്രവേശിക്കുക. 19-ാം അധ്യായത്തിലെ കുറ്റം ചുമത്തപ്പെടാവുന്ന നിയമങ്ങളാണ് മുഖ്യ പ്രതിവാദി വിഷയം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തിലെ ജാതികളെ നിന്റെ ദൈവമായ യഹോവ ചോദിച്ചു കളയുകയും നീ അവരുടെ ദേശമടക്കി അവരുടെ പട്ടണങ്ങളിലും വീടുകളിലും പാർക്കുകയും ചെയ്യുമ്പോൾ ദൈവമായ യഹോവ നിനക്ക് അവകാശം തരുന്ന ദേശത്തിൽ 3 പട്ടണം വേർതിരിക്കണം. ആരെങ്കിലും കൊല ചെയ്ത് പോയാൽ അവിടേക്ക് ഓടിപ്പോകേണ്ടതിന് നീ ഒരു വഴി ഉണ്ടാക്കുകയും ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം 3ആയി വിഭാഗിക്കുകയും വേണം. കൊല ചെയ്തിട്ട് അവിടേക്ക് ഓടിപ്പോയി ജീവനോടിരിക്കേണ്ടെന്നവൻ്റെ സംഗതി നിന്നാൽ ഒരുത്തൻ പൂർവ്വദോഷവും കൂടാതെ അബദ്ധവശാൽ കൂട്ടുകാരനെ കൊന്നുപോയെങ്കിൽ എങ്ങനെയെന്നാൽ മരം വെട്ടുവാൻ ഒരുത്തൻ കൂട്ടുകാരനോട് കാട്ടിൽ പോയി മരം വെട്ടുവാൻ കൊടാലി ഓങ്ങുമ്പോൾ കോടാലി ഉരുത്തെറിച്ച് കൂട്ടുകാരൻ കൊണ്ടിട്ട് അവൻ മരിച്ചു പോയാൽ ഇങ്ങനെ കൊല ചെയ്തവനെ രക്തപ്രതികാരകൻ മനസ്സിൻ്റെ ഉഷ്ണത്തോടെ പിന്തുടർന്ന് വഴിയുടെ ദൂരം നിമിത്തം അവനെ പിടിച്ച് അവൻ്റെ ജീവനെ നശിപ്പിക്കാതിരിക്കാൻ അവൻ ആ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിപ്പോയി ജീവനോടിരിക്കണം. അവനോട് പൂർവ്വദോഷമില്ലായിരുന്നതുകൊണ്ട് മരണശിക്ഷയ്ക്ക് ഹേതുവില്ല. അതുകൊണ്ട് 3 പട്ടണം വേർതിരിക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് എല്ലാ നാളും അവൻ്റെ വഴികളിൽ നടക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളെയും ജാഗ്രതയോടെ പ്രമാണിക്കുകയും ചെയ്താൽ എൻ്റെ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാർ സത്യം ചെയ്തതുപോലെ നിൻ്റെ അതിൽ വിശാലമാക്കി നിൻ്റെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ദേശമൊക്കെ നിനക്ക് തന്നാൽ 3 പട്ടണങ്ങൾ കൂടാതെ വേറെ 3 വേർതിരിക്കണം. ദൈവമായ യഹോവ നിനക്ക് അവകാശം തരുന്ന ദേശത്ത് കുറ്റമില്ലാത്ത രക്തം പിന്നീട് ചിന്നിയിട്ട് നിൻ്റെ മേൽ രക്തപാതകം ഉണ്ടാകരുത്. ഒരുത്തൻ കൂട്ടുകാരനെ ദേഷിച്ച് തരം നോക്കി അവനോട് കയർത്ത് അവനെ അടിച്ചു കൊന്നിട്ട് ഈ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിപ്പോയാൽ അവൻ്റെ പട്ടണത്തിലെ മൂപ്പന്മാർ ആളെ വെച്ച് അവനെ അവിടെ നിന്ന് വരുത്തി അവനെ കൊല്ലേണ്ടതിന് രക്തപ്രതികാരം കയ്യിലേൽപ്പിക്കണം. നിനക്ക് അവനോട് കനുവ് തോന്നരുത്. നിനക്ക് നന്മ വരുവാനായി കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ പാതകം ഇസ്രായേലിൽ നിന്ന് നീക്കി കളയണം. ദൈവമായ യഹോവ നിനക്ക് അവകാശം തരുന്ന ദേശത്ത് നീ കൈവശമാക്കുവാൻ നിന്റെ അവകാശത്തിൽ പൂർവ്വന്മാർ വച്ചിരിക്കുന്നതായ കൂട്ടുകാരൻ്റെ അതിൽ നീക്കരുത്. മനുഷ്യൻ ചെയ്യുന്ന യാതൊരു അകൃത്യത്തിനും പാപത്തിനും അവിടെ നേരെ ഏകപക്ഷ സാക്ഷി നിൽക്കരുത്.
2-3 സാക്ഷികളുടെ വാമൊഴിയാൽ കാര്യങ്ങൾ ഉറപ്പാക്കാം. ഒരുത്തൻ്റെ നേരെ അകൃത്യം സാക്ഷീകരിപ്പാൻ കള്ളസാക്ഷിന് വിരോധമായി എഴുന്നേറ്റാൽ തമ്മിൽ വ്യവഹാരമുള്ള 2 പേരും യഹോവയുടെ സന്നിധിയിൽ ഒന്നുള്ള പുരോഹിതന്മാരുടെയും ന്യായാധിപന്മാരുടെയും മുമ്പാകെ നിൽക്കണം. ന്യായാധിപന്മാർ നല്ലവണ്ണം വിസ്താരം കഴിക്കണം. സാക്ഷി കള്ളസാക്ഷി എന്നും സഹോദരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞു എന്നും കണ്ടാൽ അവൻ സഹോദരൻ വരുത്തുവാൻ നിരൂപിച്ചതുപോലെ നിങ്ങൾ അവനോട് ചെയ്യണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇനി നിങ്ങളുടെ ഇടയിൽ അതുപോലുള്ള ദോഷം നടക്കാതിരിക്കേണ്ടതിന് ശേഷമുള്ളവർ കേട്ട് ഭയപ്പെടണം. നിങ്ങൾക്ക് അനുഭവം തോന്നരുത്. ജീവന് പകരം ജീവൻ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ. അന്നത്തെ പ്രമാണരഹസ്യം കടുപ്പമാണ് അല്ലേ? ഉടായ്പ് കാണിക്കാൻ പറ്റരുതില്ലായിരുന്നു. വളരെ ശക്തമായ ചില പ്രമാണങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നമ്മൾ 20-ാം അധ്യായത്തിൽ പ്രവേശിക്കുക. 20-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് യുദ്ധസംബന്ധമായ നിയമങ്ങളാണ്. നമുക്കതും കൂടെ ചിന്തിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മെ വിളിച്ചിറക്കിയ ദൈവമാരാനുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അത് നമ്മുടെ കൂടെ ഉണ്ട്. അവരോട് പറയുക, നിങ്ങൾ വലിയ സ്ഥലങ്ങളിൽ കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്? നിങ്ങളെ കൊണ്ടുവന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്കുള്ള ഉറപ്പെന്താണ്? നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നാം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ, പ്രതിബന്ധങ്ങളോട് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ അവിടെ നമ്മൾ ഏകരായിട്ടല്ല പോകുന്നത്. നമ്മെ വിളിച്ച് വേർതിരിച്ച ദൈവം നമ്മുടെ കൂടെയുള്ള ബോധ്യം നമ്മെപ്പോഴും ഭരിപ്പാൻ പോരട്ടെ. നിങ്ങൾ പടയെടുപ്പാൻ അടുക്കുമ്പോൾ പുരോഹിതൻ വന്ന് ജനത്തോട് സംസാരിച്ച്, ഇസ്രായേലേ കേൾക്കുക, നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയെടുപ്പാൻ അടുക്കുന്നു. അധൈര്യപ്പെടരുത്, പേടിക്കരുത്, നടുങ്ങിപ്പോകരുത്, അവരെ കണ്ട് ഭ്രമിക്കുകയും വരുത്. നിങ്ങൾ ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോട് പോരുന്നെന്ന് അവരോട് പറയണം. കണ്ടോ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ അങ്ങോട്ട് പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് ദൈവം നമ്മളൊപ്പം പോരുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ, നമ്മെ പിടിപ്പാൻ, നമ്മെ സംരക്ഷിപ്പാൻ ദൈവം നമ്മോട് കൂടെ പോരുകയാണ്. പിന്നെ ഇതിനെ പേടിക്കുന്നത് നീ ഒറ്റയ്ക്കല്ല. വിദേശശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച വ്യക്തിയാണെങ്കിൽ, ദൈവവചനം കേട്ട് ഇറങ്ങി തിരിച്ച വ്യക്തിയാണെങ്കിൽ, ദൈവദർശനത്താൽ നീ ആ ദർശനപ്രകാരം കൊണ്ടുള്ള വ്യക്തിയെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകാം, കൊടുങ്കാറ്റുണ്ടാവാം, തിരമാല ഉയർന്നു വരാം. പേടിക്കണ്ട, നീ ഒറ്റയ്ക്കല്ല. ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവത്തിനെ സംരക്ഷിക്കും, വിടുവിക്കുന്നു. കാണുന്ന എല്ലാ പരിശുദ്ധനും മേലും തന്നെ ദൈവം നിനക്ക് വിടുതൽ നൽകുവാനിടയായിത്തീരും. പിന്നെ പ്രമാണികൾ ജനത്തോട് പറയേണ്ടത് എന്തെന്നാൽ, ആരെങ്കിലും ഒരു പുതിയ വീട് പണിയിച്ച് ഗൃഹപ്രവേശം കഴിക്കാതിരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോവുകയും മറ്റൊരു തന്നെ ഗൃഹപ്രവേശം കഴിക്കുകയും ചെയ്തിരിക്കണതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. ആരെങ്കിലും ഒരു മുദ്രത്തോട്ടം ഉണ്ടാക്കി അതിൻ്റെ ഫലം അനുഭവിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോവുകയും മറ്റൊരു തന്നെ അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്തിരിക്കണതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. ആരെങ്കിലും ഒരു സ്ത്രീ വിവാഹം നിശ്ചയിച്ചു അവളെ പരിഹരിക്കാതിരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോവുകയും മറ്റൊരു തന്നെ അവളെ പരിഹരിക്കുകയും ചെയ്തിരിക്കണതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത്, ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ ഒന്നിന് ഹൃദയം പോലെ സഹോദരൻ്റെ ഹൃദയവും ധൈര്യവും കെടുത്താതിരിക്കണതിന് വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. ദൈവം പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടും യുദ്ധം ജീവനെ പേടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ മടങ്ങിപ്പോകട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രമാണികൾ ജനത്തോട് പറഞ്ഞു തീർന്ന ശേഷം അവൻ സേനാധിപന്മാരെ സന്നാമൂർത്തിയാക്കണം. ഈ ഒരു പട്ടണത്തോട് യുദ്ധം ചെയ്യുവാൻ അടുത്ത് ചെല്ലുമ്പോൾ സമാധാനം വിളിച്ച് പറയണം. സമാധാനം എന്ന് മറുപടി പറഞ്ഞ് വാതിൽ തുറന്നു തന്നാൽ അതിലുള്ള ജനം എല്ലാം നിനക്ക് ഊഴി വേലക്കാരെ സേവ ചെയ്യണം. അതായത് നിന്നോട് സമാധാനമാകാതെ യുദ്ധം ചെയ്യുന്നെങ്കിൽ ഞാൻ നിരോധിക്കണം. ദൈവമായ യഹോവ അതിന് കയ്യിലേൽപ്പിച്ച ശേഷം അതിലുള്ള പുരുഷപ്രജയെയും ഒക്കെയും വാളിൻ്റെ വയത്തലയാൽ കൊല്ലണം. നാൾ സ്ത്രീകളെയും കുട്ടികളെയും നാൽക്കാലികളെയും പട്ടണത്തിലുള്ള സകലത്തെയും അതിലെ കൊള്ളയൊക്കെയും നിനക്കായിട്ട് എടുത്തുകൊള്ളാം. ദൈവമായ യഹോവ നിനക്ക് തരുന്നതായ നിർദ്ദേശത്തുകളെ കൊള്ള നിനക്ക് അനുഭവിക്കാം. ഈ ജാതികളുടെ പട്ടണങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്ത വളരെ ദൂരമായിരിക്കുന്ന എല്ലാ പട്ടണങ്ങളോടും ഇങ്ങനെ ചെയ്യണം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ജാതികളുടെ പട്ടണങ്ങളിലോ ശ്വാസമുള്ള ഒന്നിനെയും നിന്നോട് ജീവനോടെ വയ്ക്കാതെ ഹിത്യർ, അമോര്യർ, പെരീസ്യർ, കനാന്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരെ നിന്റെ ദൈവമായ യഹോവ അതിനോട് കൽപ്പിച്ചതുപോലെ ശബ്ദാർപ്പിതമായി സംഹരിക്കണം. അവർ തങ്ങളുടെ ദേവപൂജയിൽ ചെയ്തു പോരുന്ന സകല മ്ലേച്ഛതകളും ചെയ്യുവാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നത് തന്നെ. ഒരു പട്ടണം പിടിപ്പാൻ അതിനോട് യുദ്ധം ചെയ്ത്
വളരെ കാലം നിരോധിക്കേണ്ടി വന്നാൽ അതിൻ്റെ ചുറ്റുമുള്ള വൃക്ഷങ്ങളെ കൊടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത്. അവയുടെ ഫലം നിനക്ക് തിന്നാവുന്നതാകിയാൽ അവയെ വെട്ടിക്കളയരുത്. ഈ പറമ്പിലെ വൃക്ഷത്തെ നിരോധിപ്പാൻ അത് മനുഷ്യനാകുന്നുവോ? തിന്മാനുള്ള ഫലവൃക്ഷമല്ലെന്ന് അറിയുന്ന വൃക്ഷങ്ങളെ മാത്രം വെട്ടിക്കളയുകയും യുദ്ധം ചെയ്ത പട്ടണങ്ങളെ കീഴടക്കും വരെ അതിൻ്റെ നേരെ കൊത്തളം പണിയുകയും ചെയ്യാം. ഓരോ കാര്യങ്ങൾക്കും അവിടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെയൊക്കെ അവർക്ക് കൃത്യമായ ചില പ്രമാണങ്ങൾ നൽകുകയാണ്. അവർ ആ പ്രമാണങ്ങൾ അനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. ആ പ്രമാണത്തിന് അനുസരിച്ച് പോകുമ്പോഴാണ് അവർ അനുഗ്രഹം പ്രാപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളും എതിരെ ഇറങ്ങിത്തിരിക്കുമ്പോഴും ഈ പ്രമാണങ്ങളെ മുൻനിർത്തി മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമ്മെ സമർപ്പിക്കുവാൻ നമുക്ക് ഈ പാഠങ്ങളെല്ലാം ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ വീണ്ടും അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 21-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 25-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ ബഹുവിധ നിയമങ്ങളാണ് നൽകുന്നത്. അതിൽ 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെ പരിഹരിക്കപ്പെടാത്ത കൊലപാതകത്തിനുള്ള പ്രായശ്ചിത്തവും, 21-ൻ്റെ 10 മുതൽ 14 വരെ യുദ്ധ തടവുകാരായ സ്ത്രീകളെക്കുറിച്ചുള്ളതായ വിവരണങ്ങളും, 21-ൻ്റെ 15 മുതൽ 17 വരെ ആദിജാതൻ്റെ അവകാശങ്ങളും, 21-ൻ്റെ 18 മുതൽ 21 വരെ ശാഠ്യവും മത്സരമുള്ള മക്കളെക്കുറിച്ചുള്ള വിവരണവും, 21-ൻ്റെ 22 മുതൽ 23 വരെ തൂക്കിക്കൊല്ലുന്നവൻ്റെ ശരീരം സംബന്ധിച്ചുള്ള നിയമങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ അധ്യായങ്ങളൊന്ന് ഓടിച്ച് നോക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശം തരുന്ന ദേശത്ത് വയലിൽ ഒരുത്തനെ കൊന്നിട്ടിരിക്കുന്നത് കാണുകയും അവനെ കൊന്നവൻ ആരെന്ന് അറിയാതിരിക്കുകയും ചെയ്താൽ നിന്റെ മൂപ്പന്മാരും ന്യായാധിപന്മാരും പുറത്ത് ചെന്ന് കൊല്ലപ്പെട്ടവൻ്റെ ചുറ്റുമിരിക്കുന്ന അതത് പട്ടണം വരെയുള്ള ദൂരം അളക്കണം. കൊല്ലപ്പെട്ടവനെ അധികം അടുത്തിരിക്കുന്ന പട്ടണത്തിലെ മൂപ്പന്മാർ വില ചെയ്യിക്കാത്തതും മുഖം വയ്ക്കാത്തതുമായ ഒരു പശുക്കിടാവിനെ കൊണ്ടുവരണം. ആ പട്ടണത്തിലെ മൂപ്പന്മാർ ഉഴവും വിധയുമില്ലാത്തതും നിരൊഴുക്കുള്ളതുമായ ഒരു താഴ്വരയിൽ പശുക്കിടാവിനെ കൊണ്ടുവന്ന് അവിടെ വെച്ച് പശുക്കിടാവിനെ കഴുത്ത് ഒടിച്ചു കളയണം. പിന്നെ ലേവ്യരായ പുരോഹിതന്മാർ അടുത്ത് ചെല്ലണം. അവരെയല്ലോ അതിൻ്റെ ദൈവമായ യഹോവ തനിക്ക് ശുശ്രൂഷ ചെയ്യുവാനും യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിപ്പാനും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരുടെ വാക്കിൻ പ്രകാരം സ്ഥല വ്യവഹാരവും അടികലശലവും തീർക്കേണ്ടതാകുന്നു. കൊല്ലപ്പെട്ടവന് അടുത്ത പട്ടണത്തിലെ മൂപ്പന്മാർ എല്ലാവരും താഴ്വരയിൽ വെച്ച് കഴുത്തുപിടിച്ച പശുക്കിടാവും മേൽ തങ്ങളുടെ കൈ കഴുകി, ഞങ്ങളുടെ കൈകൾ ആ രക്തം ചിന്നിയിട്ടില്ല, ഞങ്ങളുടെ കണ്ണ് അത് കണ്ടിട്ടുമില്ല. യഹോവേ, നീ വീണ്ടെടുത്തിട്ടുള്ള അതിൻ്റെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിക്കണമേ. ജനമായ ഇസ്രായേലിൻ്റെ മധ്യ കുറ്റമില്ലാത്ത രക്തം ഇരിപ്പാൻ ഇടവരുത്തരുത് എന്ന് പറയണം. രക്തപാതകം അവരോട് മോചിക്കപ്പെടും. ഇങ്ങനെ യഹോവയ്ക്ക് ഹിതമായുള്ളത് ചെയ്ത് കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ ഇടയിൽ നിന്ന് കളയണം. ഈ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് ദൈവമായ യഹോവ അവരെ അതിൻ്റെ കയ്യിലേൽപ്പിക്കുകയും നീ അവരെ ബദ്ധന്മാരായി പിടിക്കുകയും ചെയ്താൽ, ആ ബദ്ധന്മാരുടെ കൂട്ടത്തിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ട് ഭാര്യയെ എടുപ്പാൻ തക്കവണ്ണം അവളുടെ പ്രേമം ജനിക്കുന്നുവെങ്കിൽ നീ അവളെ വീട്ടിൽ കൊണ്ടുപോകണം. അവൾ തലമുടി ചിരയ്ക്കുകയും നഖം മുറിക്കുകയും ബദ്ധവസ്ത്രം മാറി നിൻ്റെ വീട്ടിൽ പാർത്ത് 1 മാസം തൻ്റെ അപ്പനെയും അമ്മയെയും കുറിച്ച് ദുഃഖിക്കുകയും ചെയ്ത ശേഷം നീ അവളുടെ അടുക്കൽ ചെന്ന് അവൾക്ക് ഭർത്താവായും അവൾക്ക് ഭാര്യയായും ഇരിക്കണം. അത് നിനക്ക് അവളോട് ഇല്ലാതെയായെങ്കിൽ അത് സ്വതന്ത്രയെ വിട്ടയക്കണം. അവളെ ഒരിക്കലും വിലക്കി വിൽക്കരുത്. നീ അവളെ പരിഗ്രഹിച്ചുകൊണ്ട് അവളോട് കാഠിന്യം പ്രവർത്തിക്കരുത്. ഒരുത്തി ഇഷ്ടിയായും മറ്റുള്ള അനിഷ്ടിയായും ഇങ്ങനെ ഒരാൾക്കും 2 ഭാര്യമാർ ഉണ്ടായിരിക്കുകയും അവർ 20 അവന് പുത്രന്മാരെ പ്രസവിക്കുകയും ആദിയാതിന് അനിഷ്ടയുടെ മകനായിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ സ്വത്ത് പുത്രന്മാർക്ക് ഭാഗിച്ചു കൊടുക്കുമ്പോൾ അനിഷ്ടയുടെ മകനായ ആദിയാതിന് പകരം ഇഷ്ടയുടെ മകന് ജ്യേഷ്ഠാവകാശം കൊടുത്തുകൂടാ. തനിക്കുള്ള സ്ഥലത്തിലും 2 പങ്ക് അനിഷ്ടയുടെ മകന് കൊടുത്ത് അവനെ ആദിയാതിനെന്ന് സ്വീകരിക്കണം. അവൻ്റെ ബലത്തിൻ്റെ ആരംഭമല്ലോ. ജ്യേഷ്ഠാവകാശം അവനുള്ളതാകുന്നു. അപ്പൻ്റെയോ അമ്മയുടെ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ഷടനും മത്സരമായ മകൻ ഒരുത്തനുണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ പട്ടണത്തിൽ കൊണ്ടുപോയി, ഞങ്ങളുടെ ഈ മകൻ ഷടനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനുമാകുന്നു എന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. പിന്നെ അവൻ്റെ പട്ടണക്കാർ എല്ലാവരും അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇസ്രായേലെല്ലാം കേട്ട് ഭയപ്പെടണം. ഒരുത്തൻ മരണയോഗ്യമായ പാപം ചെയ്തിട്ട് അവനെ കൊന്നൊരു മരത്തിൽ തൂക്കിയാൽ അവൻ്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത്. അന്ന് തന്നെ അത് കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദിവസങ്ങളിൽ ശാപഗ്രസ്തനാകുന്നു. ദൈവമായ യഹോവ നിനക്ക് അവകാശം തരുന്ന ദേശം നീ അശുദ്ധമാക്കരുത്. ഓരോ വ്യവസ്ഥയും ഓരോ കാര്യങ്ങൾക്കും ഉണ്ട് അല്ലേ. തൂങ്ങി മരിച്ചവൻ ദിവസങ്ങളിൽ ശാപഗ്രസ്തനാകുന്നു.
കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്ന് നമ്മൾ ഗലാത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങുവാനായി കർത്താവായ യേശു നമുക്ക് കൂട്ടിൽ മരിപ്പാൻ ഇടയായിത്തീർന്നു. ഇവിടെ നമ്മൾ ഈ പറഞ്ഞെല്ലാം പഠിക്കുമ്പോൾ വ്യവസ്ഥകളിലേക്ക് മടങ്ങി വരിക, ദൈവപ്രമാണങ്ങളിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇസ്രായേലിന് കൊടുത്ത പ്രമാണമാണ് ഇത്. അപ്പോൾ തന്നെ നമുക്കും പ്രമാണിക്കുവാൻ ചില കാര്യങ്ങളെല്ലാം അന്നത്തെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയുണ്ട്. നമ്മുടെ ജീവിതത്തെ ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വരും നാളുകളിൽ ദൈവാനുസൃതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ, അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും പ്രാപിപ്പാൻ, സർവോപരി കർത്താവായ യേശുവിന്റെ വിശ്വാസത്താൽ ആത്മരക്ഷ കരസ്ഥമാക്കുവാൻ ഇതിനെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. അനേക കാര്യങ്ങൾ അങ്ങ് സൃജനത്തിന് കൊടുത്തതായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ ഇടയായിത്തീർന്നു. എല്ലാം ഞങ്ങൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴേ ഞങ്ങളുടെ ജീവിതത്തെ കാണുവാൻ, ഞങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കുവാൻ, ഏറ്റു പറയുവാൻ, ഉപേക്ഷിപ്പാൻ, പുതിയ തീരുമാനത്തോടും നമ്മളോട് സ്നേഹിപ്പാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പഠിതാക്കളെ ഞാൻ അനുഗ്രഹിച്ചാട്ടെ, തുടർന്ന് പഠിക്കാൻ കൃപ നൽകിയാട്ടെ, നിങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശുനാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശം സൂചന നന്ദി പറയുന്നു. ദിവസങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പേര് താമസിച്ചാൽ അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ വിസ്താരം ചെറിയ സൂക്ഷിക്കുന്നതിന് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. സഹകരണത്തിന് പ്രോത്സാഹനം നന്ദി പറയുന്നു. ദിവസങ്ങളെല്ലാം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.